ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സപ്പോട്ടയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ വീഡിയോ. ഈ ടെറസിൽ 3 സപ്പോട്ടയുടെ ചെടികളാണുള്ളത്. നമ്മളിവിടെ ഈ കൃഷി തുടങ്ങിയിട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു 3 വർഷം ഒക്കെയുള്ള സമയമായിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ടെറസിനെ നമ്മൾ വളർത്തുമ്പോൾ അറിയാമല്ലോ, വലിയ പാത്രങ്ങളിലോ ഗ്രോ ബാഗുകളിലോ ആയിട്ട് മാത്രമാണ് നമുക്ക് ചെടികളെ വളർത്താൻ പറ്റുന്നത്. ആദ്യത്തെ സപ്പോട്ടയെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ആദ്യത്തെ സപ്പോട്ട. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലോണം കിളിർപ്പുകൾ വന്ന് പൂമൊട്ടുകളാണേ. എല്ലാ കിളിർപ്പിൻ്റെ അറ്റത്തും നിറയെ പൂമൊട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഉരുണ്ട് നിന്ന് അത് വീണ്ടും കുറച്ചും കൂടെ വിടർന്ന് അത്ര അളവിൽ ഇതായിട്ടില്ല, നിറയെ മൊട്ടുകളായി വന്നിരിക്കുക. എന്നാൽ അതേ ഒരു കാ പിടിച്ചും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അത് ഓരോ സമയത്ത് വിരിയുന്ന പൂക്കളുടേതാണ്. അതേ ഇവിടെ ഒരു കാ പിടിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ഉരുണ്ട കണ്ടോ, ജയൻറ്റ് സപ്പോർട്ട് ചെയ്ത് ഇതുണ്ടോ, ചെറിയ 2 കാ കണ്ടോ, കാണാവോ? അത് ഒടിഞ്ഞു പോയി. പോട്ടെ. നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മൾ സപ്പോട്ടയെ വളർത്താൻ. ഇപ്പോൾ ടെറസിൽ വളർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യപ്രകാശം ഒരു പ്രശ്നമല്ല. കാരണം നിറയെ സൂര്യപ്രകാശം നിർലോഭം കിട്ടുന്ന ഒരു സ്ഥലമാണ് ടെറസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സപ്പോട്ട ഇതേപോലെ നന്നായി വളരുകയും നിറയെ പൂവിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ സപ്പോട്ടയാണേ. അത്രയ്ക്കൊന്നും പൂവൊന്നും ആയിട്ടില്ല, പൂക്കളൊക്കെ ആയി വരാനുള്ള ഒരു ഒരുക്കമാണ് ഇതിൽ നടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ പൂവുണ്ട്, ചിലയിടത്തൊക്കെ കാ പിടിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ വളർത്തുന്ന സപ്പോട്ട എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ലെയർ ചെയ്ത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സപ്പോട്ടയാണേ. ഈ സപ്പോട്ട ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾ സീസണാണ്. അതായത് എല്ലാ സമയം, വർഷത്തിൻ്റെ എല്ലാ സമയത്തും 1ഉം 2ഉം ഒക്കെ എങ്കിലും കായ്കൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഒരു പൂ വന്ന് കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത സെറ്റ് പൂക്കൾ വന്ന് തുടങ്ങുന്ന ഒരിനം സപ്പോട്ടയാണ്. പക്ഷേ ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചൂട് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ നന നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് സപ്പോട്ട എന്ന് പറയുന്നത്. ഈ നന എന്ന് പറഞ്ഞാൽ നമ്മൾ ചുവട് എപ്പോഴും നല്ല തണുപ്പിച്ച് തന്നെ കൊടുക്കണം. നല്ല കൊടും വേനലായിരുന്നല്ലോ നമുക്ക് ഇതുവരെ വന്നു പോയത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതിലൊക്കെ ഒരു കായ്പിടുത്തം കുറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ നിറയെ തളിര് വന്ന് നിറയെ പൂവിടും, പൂവും മൊട്ടുകളും വരാനുള്ള ഒരു ചെടിയാണ് ഇതും. അപ്പം നമ്മൾ ഈ നന എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പല ആളുകളും നമ്മളോട് പരാതി പറയാറുണ്ട്, സപ്പോട്ടയിൽ നിറയെ കായ്കൾ ഉണ്ടാകുന്നില്ല, എന്നാൽ നിറയെ പൂക്കൾ വരുന്നുണ്ട്, പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിറയെ ഈ പൂമൊട്ടുകളും പൂക്കളും ഒക്കെ വരുന്ന സമയത്ത് ചെടിയുടെ ചുവട് മാത്രം നനച്ചു കൊടുത്താൽ പോരാ, ചെടി മുഴുവനായും തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം. കണ്ടോ, നമ്മളിതേ ഇതുപോലെ ചെടിയെ നിറയായിട്ട് നനച്ചു കൊടുക്കണം. കണ്ടോ, ഇലകളിലും എല്ലാം നല്ല പോലെ വീഴത്തക്ക രീതിയിൽ ചെടിയെ നനച്ചു കൊടുക്കുന്നതാണ് വേനൽക്കാലത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പൂമുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോകാതെ മുഴുവനും തന്നെ കായയായിട്ട് മാറത്തുള്ളൂ. ഈ പൂകൊഴിച്ചിൽ തടയാൻ നമുക്ക് പിന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ബിവേറിയയാണേ. കണ്ടോ, ബിവേറിയയുടെ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഒന്നുകിൽ നമുക്ക് കൈകൊണ്ട് തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് പോലൊക്കെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്യൂഡോമോണാസോ അല്ലെങ്കിൽ ബിവേറിയോ ഒക്കെ കലക്കിയ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുറഞ്ഞ ഒരു സ്പ്രെയർ വാങ്ങിച്ച് നമ്മളുടെ സാധാരണ കുപ്പികൾക്കകത്തേക്ക് ഈ ബിവേറിയ കലക്കി എടുത്തിട്ട് നമുക്കിതുപോലെ ചെടികളിലേക്ക് കണ്ടോ ഇങ്ങനെ തളിച്ചു കൊടുക്കാം, പൂക്കൾ വരുന്നിടത്ത്. കണ്ടോ, അങ്ങനെ വരുമ്പം കീടങ്ങളുടെ ശല്യം നല്ലോണം കുറഞ്ഞു കിട്ടും. അങ്ങനെ പൂക്കളുടെ കൊഴിച്ചിൽ നമുക്ക് തടയാനായിട്ട് പറ്റും. ഇതിനകത്തും അവിടെ ഇവിടെയൊക്കെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല വേനൽക്ക് പൂക്കൾ വന്നതൊക്കെ ഒത്തിരി അധികം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ വെച്ച് മാത്രമാണ് നമുക്ക് ടെറസിലൊക്കെ ഇത്തരത്തിലുള്ള പഴച്ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നത്. മിക്കവാറും എൻ്റെ ടെറസിലുള്ള പഴച്ചെടികൾ ഏതൊക്കെയാണെന്നും എന്താണെന്നും ഒക്കെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടെറസിലൊക്കെ ഈ പാത്രങ്ങൾക്കകത്ത് വളർത്തുമ്പോൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും വളം കൊടുക്കണം. നമ്മൾ മണ്ണിലാണ് ഇതുപോലെ സപ്പോട്ട ചെടി വളർത്തുന്നതെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം വളം ഇട്ട് കൊടുത്താലും ധാരാളമാണ്. നമ്മൾ പാത്രങ്ങൾക്കകത്ത് വളർത്തുമ്പം മാസം നമ്മൾ വളം ഇട്ട് കൊടുക്കണം. അങ്ങനെ വളം ഇട്ട് കൊടുക്കുന്നത് തന്നെ എപ്പോഴും ദ്രാവക രൂപത്തിലുള്ള സ്ലറികളാണ് ഇവർക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവർ വളം വലിച്ചെടുക്കാനായിട്ട് വേരുകളെല്ലാം പാത്രത്തിൻ്റെ മുകളിലേക്ക് വന്ന് തിങ്ങി നിറയും. ദ്രാവക രൂപത്തിലുള്ള വളമാണ് കൊടുക്കുന്നതെങ്കിൽ അവരൊഴുകി താഴേക്ക് പോകുമ്പോൾ അവിടുന്ന് തന്നെ അവർ വലിച്ചെടുത്തോളും. ഇനി നമുക്ക് മൂന്നാമതൊരു സപ്പോട്ടയും കൂടെ ടെറസിലുള്ളത്
ആ സൈഡിലാണേ. അപ്പോൾ ഞാൻ ശിവനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ശിവ, പ്രത്യേക എന്തെങ്കിലും മണം നമ്മുടെ ടെറസിൽ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ബാ പോരെ. എന്തെങ്കിലും മണം തോന്നുന്നുണ്ടോ? മുല്ലപ്പൂ. അതെവിടെയാ? ഞാൻ നോക്കി ചോദിച്ചിട്ടുണ്ടല്ലോ. ശിവൻ പറയുന്നത് മുല്ലപ്പൂവിൻ്റെ മണമാണെന്നാണേ. ശരിക്കും പറഞ്ഞാൽ ഒരു മുല്ലയുടെയും പിച്ചിയുടെയും ഒക്കെ ചേരുന്ന മണമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നൊരു പൂവിനുള്ളത്. എന്നതാണെന്നറിയോ ഇത്? ഇതുണ്ടോ, ഇതിൻ്റെയാണ് ഈ വരുന്നത്. ഇത് ഒരിനം മൊസാമ്പിയാണേ. ബാംഗ്ലൂർ മൊസാമ്പി എന്ന് പറയുന്ന ഒരിനം മൊസാമ്പിയാണ്. കഴിഞ്ഞ വർഷം നിറയെ കായകൾ ഉണ്ടായതാണ്. ഈ വർഷം ഇതുപോലെ നിറച്ച് തന്നെ പൂവിട്ടിട്ടുണ്ട്. നാരകവും ഈ ഓറഞ്ചും മൊസാമ്പി എല്ലാം പൂവിടുന്നൊരു സമയമാണ്. ഇത് കണ്ടോ, ചെറിയ കായ ഉണ്ടായി തുടങ്ങി കണ്ടോ. അതുപോലെ അവിടെ എവിടെയൊക്കെ കാണും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പം കണ്ടതാണ് കാണിച്ചു തന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സപ്പോട്ട ചെടി കേട്ടോ. ഇത് ഇപ്പം ചെറിയ സപ്പോട്ടയായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലായ്പ്പോഴും തന്നെ ഇതിൽ കായകളുള്ള ഒരു ചെടിയാണ്. ഇത് കണ്ടോ, കായായി മാറും. അധികം പൂകൊഴിച്ചിൽ ഇതിനില്ല. ഇത് ബനാന സപ്പോട്ടയാണ് കേട്ടോ. എപ്പോഴും തന്നെ കായ്കളും ഉണ്ട്. ബനാന സപ്പോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീണ്ട കായ്കളാണ് ഉണ്ടാകുന്നത്. ഞാൻ പല പ്രാവശ്യം ഇത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. നീണ്ട കായ്കളുമാണ്, അതിന് മധുരം കൂടുതലുമാണ്. അങ്ങനത്തെ ചെടിയാണ് ബനാന സപ്പോട്ട എന്ന് പറയുന്നത്. ഉണ്ടോ, നിറയെ മൊട്ടുകളാണ് വരുന്നത് കണ്ടോ. ഇത് മൊട്ടാണ്. ഇത് കുറച്ചും കൂടെ വിരിഞ്ഞ പൂവാണ്. ഇത് കായായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. എല്ലാ സെക്ഷനിലും ഉള്ളതുണ്ട് ഇതിൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സപ്പോട്ട വിശേഷം. അപ്പോൾ ഇവിടെയുള്ള സപ്പോട്ടകൾ കാണിച്ചു. സപ്പോട്ടകളിലെ പൂക്കൾ ഉണ്ടാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനുമുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു കുറച്ച് പച്ചക്കറി ഇവിടെ വിളവെടുക്കാനുണ്ട്. നമുക്കത് വിളവെടുത്തിട്ട് കാണാം. അല്ലെങ്കിൽ ആ വിളവ് അത്യാവശ്യം ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ കാണാനുള്ളത്ര സമയം വേസ്റ്റ് ആക്കണ്ട. വിളവെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇതേ ഈ കിടക്കുന്ന പയറ് വിളവെടുക്കാവേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വൈജയന്തി പയറിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന പയറാണേ. ഇതുപോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പയർ നിറയെ ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഇപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം. ഏതൊക്കെ പയറുകളുടെ വിത്താണ്. ഇവിടെ തന്നെ വയലറ്റിൻ്റെ പയറും അതുപോലെ കണ്ടോ പച്ച പയറും ഒക്കെ ഉണ്ടായി കിടപ്പുണ്ട്. നിങ്ങൾക്ക് പച്ച പയർ വേണമെങ്കിലും വയലറ്റ് പയർ വേണമെങ്കിലും അല്ലെങ്കിൽ മറ്റ് വഴുതനയോ വെണ്ടയോ അങ്ങനെ എന്ത് സാധനമാണോ വിത്തുകൾ വേണ്ടത് അത് നിങ്ങൾക്ക് മെസ്സേജായിട്ട് നമ്മൾ തരുന്ന നമ്പറിൽ കൂടെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ഈ പയറൊന്ന് വിളവെടുക്കണം. എൻ്റെ ഇങ്ങനെ മുറിച്ചെടുക്കുവാണേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഇതിനെ 3 എണ്ണമായിട്ട് അവിടെ കൂടെ ഇവിടെ കൂടെ കയറി കിടക്കുന്നുണ്ട് കണ്ടോ. ഒരു കൊല 3 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ ഞാനിത് വിളവെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നീളമുള്ള പയറാണ്. ഇത്രയും പയറുകളാണ് നമുക്കിത് ഈ ചെടിയിൽ നിന്ന് കിട്ടിയത്. നമ്മളിപ്പോൾ ബാലൻസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയായിരുന്നു. ഇത് 1 കിലോയിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇതുപോലെ ഈ ഒരു ചുവട് പയറുണ്ടേ. അപ്പോൾ ഇതിൽ പച്ചയാണ്. അപ്പോൾ നമുക്ക് ഈ പച്ചപ്പയറും കൂടെ ഒന്ന് വിളവെടുക്കാം. അപ്പുറത്തെ സൈഡിലോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്രയും പയർ നമുക്ക് ഈ പയർ ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടേ. ഈ ഒരു പാവയ്ക്കയും കൂടെ അങ്ങ് എടുക്കുവാണേ. കണ്ട് ഇത് നമ്മൾ തൊട്ടപ്പം ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നു. ഇത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ ഒരു ചുവടയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഏകദേശം 1,500 കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഒരു 1,600 അപ്പോൾ നമുക്കിത് 1.5 കിലോ പയറെന്ന് വിചാരിക്കാം ഒരിടത്തുനിന്ന് കിട്ടിയത്. ഇതൊരു പിടി പയറാണേ. അപ്പോൾ ഇതും കൂടെ വെക്കുമ്പോഴത്തേത് അറിയാം 1,800 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പയറും കൂടെ ഉണ്ട്, അതും കൂടെ പറിച്ചുകൊണ്ട് വരാം. ഒരു 5-6 പയറുണ്ട്, അതും കൂടെ ഞാൻ പറിച്ചെടുക്കുവാണേ. പിടിക്കടച്ചുവാ, പിടിച്ചേ, പിടിച്ചോ. പിന്നെ ഇവിടെ ഉണ്ട്. ഇത് പച്ചയാണേ. എല്ലുകളുണ്ടല്ലോ, നമ്മൾ ഈ പയറിനെ പിടിച്ചിങ്ങനെ ചുറ്റി കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അറ്റം നുള്ളി കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പയറുകൾ ഉണ്ടായി കിട്ടുന്നത്. ആടാ പിടിച്ചേ. ഇല്ല, നീ പിടിച്ചോ, സാരമില്ല. ഇവിടെ 5-6 പാവയ്ക്കുണ്ടേ. അപ്പം നമുക്ക് ആ പാവയ്ക്കയും കൂടെ അങ്ങ് പറിച്ചെടുത്തു പോവാം. 2-3 വാളമരയുണ്ടേ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ അധികം ഒരുമിച്ച് വിളവെടുത്തിരുന്നതായിരുന്നു.
അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് അധികം എണ്ണ ഒരുമിച്ചെടുക്കാനില്ല. പിന്നെ കുറച്ച് മൂത്ത് പോയതുണ്ട്, അതവിടെ കിടന്നോട്ടെ. നമുക്ക് വിത്തുകൾ ചോദിക്കുന്നവരുണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു 2-3 കായതേ കിടപ്പുണ്ട്. അത് വിളഞ്ഞാൽ അതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് തരാം. ഒരു പടവലങ്ങയുണ്ട് നമുക്ക് വിളവെടുക്കാനേ. അപ്പോൾ നമ്മളിതേ കുറച്ച് പാവയ്ക്കയും കുറച്ച് പയറും കുറച്ച് വാളമരയും ഒരു പടവലങ്ങയും വിളവെടുത്തിട്ടുണ്ടേ. ഇത് പഴുത്തതാ, പറിച്ചെടുത്തേക്കാം. ഇതല്ലേ അടുത്ത ദിവസം നമ്മൾ വിളവെടുക്കാൻ വരുമ്പോഴത്തേക്കിന് പഴുത്തു പോവും. എപ്പോഴും നമുക്ക് പാവയ്ക്ക അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. നിർത്താം.